നമ്മൾ കുറേ ആയില്ലേ BSc പഠിക്കാൻ തുടങ്ങിയിട്ട്. അതൊക്കെ ജോലി കിട്ടി, ജോലി വാങ്ങിയ ആളുകളില്ലേ നമ്മുടെ. ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനല്ലല്ലോ നമ്മൾ പഠനം തുടങ്ങിയത്. വീണ്ടും പഠിക്കണം, വിജയിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരെ, നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് പറയുന്നവരുടെ മുന്നിൽ നമ്മുടെ ആവശ്യങ്ങൾ പലതും നടക്കുന്നുണ്ട്, പക്ഷേ ആഗ്രഹങ്ങളിലേക്ക് എത്തുന്നില്ല. അതിന് ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് എന്താണ് നിങ്ങളുടെ കയ്യിലൊരു ഉത്തരം? ഇനി നമുക്ക് കളിച്ചു നിൽക്കാനുള്ള സമയം ഇല്ല. അവരൊക്കെ 3-4 വർഷമായിട്ട് സർക്കാർ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇപ്പോഴായിരുന്നില്ല, ഞാൻ എന്നെ തന്നെ സ്വയം പറ്റിക്കുമായിരുന്നു. ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ സബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സബ്ജക്റ്റായിട്ടാണ്. അതായത് നമ്മൾ കുറേ ആയില്ലേ BSc പഠിക്കാൻ തുടങ്ങിയിട്ട്. അതൊക്കെ ജോലി കിട്ടിയോ? എനിക്കും കിട്ടിയിട്ടില്ല. എന്തായിരുന്നു റീസൺ ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് നമുക്ക് BSc പഠിച്ചു, കഷ്ടപ്പെട്ട് പഠിച്ചു, ജോലി കിട്ടിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ കുറേ ആലോചിച്ചു കേട്ടോ. ഇതായിരിക്കും കാരണം. BScയുടെ കുറ്റാണോ അതോ നമ്മുടെ കുറ്റാണോ? ഓക്കെ, 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമുക്ക് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി മാറി നിൽക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ, നമുക്ക് BScയെ കുറ്റപ്പെടുത്താം. BSc ക്വസ്റ്റ്യൻ ടൈറ്റാക്കി പ്രിലിംസ് കൊണ്ടുവന്നു, അത്തരത്തിൽ നമുക്ക് എന്ത് എക്സ്ക്യൂസ് വേണമെങ്കിലും കൊടുക്കാം. അതല്ലേ, ഒരുപാട് വൈഡായിട്ടുള്ള സിലബസ് നമ്മുടെ മുമ്പിൽ തന്നു. എന്നാൽ ഇങ്ങനെ തന്നിട്ടും ജോലി വാങ്ങിയ ആളുകളില്ലേ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് കുട്ടികൾക്ക് ജോലി കിട്ടിയിട്ടില്ലേ? അവർ റാങ്ക് ലിസ്റ്റിൽ വന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് നമ്മൾ വന്നില്ല? ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ഞാൻ 2019 മുതൽ BSc പഠിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. 2019 BSc പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ കൊറോണ പാൻഡമിക് നമ്മുടെ അതിഥിയായി എത്തിയത്. പിന്നീടുള്ള കാര്യം പറയാനൊന്നുമില്ല. എല്ലാവരും വീട്ടിൽ, എനിക്ക് ചെറിയൊരു മോന്, ഫാമിലി, എല്ലാ കാര്യങ്ങളും വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പഠിക്കുക എന്നുള്ളതിൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ടും ഒരു ജോബ് എന്നുള്ളത് മസ്റ്റ് നീഡ് എന്നുള്ള അതിൻ്റെ ഒരു സംഭവത്തിൽപ്പെട്ടതായതുകൊണ്ടും എനിക്കൊരു ജോലി മേടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സൈഡായി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ 2020, 2021 തൊട്ട് 2025 കഴിഞ്ഞു ഇതുവരെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ പ്രിലിംസ് എഴുതും, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവുമല്ലോ. എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. ടൈം ടേബിൾ സെറ്റ് ചെയ്യും, എഴുതും. പ്രിലിംസ് കുഴപ്പമില്ലാതെ ഞാൻ പാസ്സാവും. ജസ്റ്റ് പാസ് ഒന്നുമില്ല, അത്യാവശ്യം മാർക്കോടുകൂടെ തന്നെ ഞാൻ പ്രിലിംസ് പാസ്സാവും. അതുകൊണ്ട് കാര്യമില്ലാതെ എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷേ മെയിൻസ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ? മൈൻഡ് ചടച്ചിട്ടുണ്ടാവും. കൂടാതെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ്, അതിന് പുറമെ ഒരുപാട് ഫാമിലി പ്രോബ്ലം, അസുഖങ്ങൾ കൊണ്ടാവുക, മക്കളുടെ ലീവ്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് ഓരോ തലത്തിൽ. വീട് പണി ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ വളരെ ബുദ്ധിമുട്ടിലൂടെ 2025 വരെ കഴിഞ്ഞു. 2025 എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇല്ല, ഈ വർഷം വീട് പണി കഴിഞ്ഞ് എനിക്കൊരു പഠിപ്പ് സ്റ്റാർട്ട് ചെയ്യണം, പഠിക്കണം, വിജയിക്കണം. പക്ഷേ നടന്നില്ല. യാദൃശ്ചികമായിട്ട് വീണ്ടും പ്രഗ്നൻ്റായി. ഇപ്പോൾ മോൾക്ക് 7 മന്തായി. ഓക്കെ, അതാണ് എൻ്റെ ഒരു ജേണി. ഇനി വേണം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ കഥ, എൻ്റെ കൂടെയുള്ള പഠനം നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനല്ലല്ലോ നമ്മൾ പഠനം തുടങ്ങിയത്, ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഏജ് ഓവറാവാനായ കുട്ടികളുണ്ട്. വളരെ സങ്കടകരമാണല്ലേ? നമ്മൾ ഏകദേശം റാങ്കിനടുത്ത്, അതല്ലെങ്കിൽ ചില റാങ്ക് ലിസ്റ്റിൽ അവസാന റാങ്കുകളിൽ, അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റിൽ പോലും കയറാൻ പറ്റാത്ത, അതല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന് പോലും അടുത്തെത്താൻ പറ്റാത്തവരെ കുറിച്ചല്ല, ഏകദേശം അതിനോട് എത്തി നിൽക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിൽ എന്നെ പോലെയുള്ളവർക്ക് ഇത് ഇട്ടിട്ട് പോകുക എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇത് ഇട്ടിട്ട് പോകാനല്ല നമ്മൾ തുടങ്ങിയത്. വീണ്ടും പഠിക്കണം, വിജയിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരെ, നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് പറയുന്നവരുടെ മുന്നിൽ നമ്മുടെ മക്കളുടെ ചില ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പലതും നടക്കുന്നുണ്ട്, പക്ഷേ ആഗ്രഹങ്ങളിലേക്ക് എത്തുന്നില്ല. അതെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്കെന്താണ്, ഒരു ജോബ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ചിന്തിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങളും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. ഇട്ടെറിഞ്ഞ് പോകാൻ വളരെ വേഗമാണ്. പക്ഷേ ഒരു സമയം കഴിഞ്ഞാൽ, ഇപ്പോൾ 36 വയസ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എഴുതാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്കിതിന് കഴിയില്ല. പിന്നെ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് എന്താണ് നിങ്ങളുടെ കയ്യിലൊരു ഉത്തരം? നമ്മുടെ ആവശ്യങ്ങൾ നടത്താൻ നമുക്ക് ഏജ് ഓവറായി. അപ്പോൾ ഇനി ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതായത് യങ്സ്റ്റേഴ്സ് വന്ന്
അവരെന്നെ ജോബില്ല എന്നുള്ള അവസരത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ നമ്മുടെ പോലെ കുറച്ച് പ്രായമായ ആളുകൾ എന്ത് ചെയ്യും, ഒരുപാട് പ്രായമായി നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ കുട്ടികളുണ്ട് നമ്മുടെ മുമ്പിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് വേണം, ഒരു മോചനം നേടണം. ഇനി നമുക്ക് കളിച്ച് നിൽക്കാനുള്ള സമയം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വർക്ക് ചെയ്യാൻ റെഡി ആവണം. വേണ്ടേ? നന്നായി വർക്ക് ചെയ്താൽ കിട്ടും എന്ന് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് കാണിച്ചു തന്നതാണ്. ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞു 5 മണിക്ക് എണീറ്റ് പഠിക്കണമെന്ന്. അപ്പോൾ 5 മണിക്ക് ഞാൻ രാത്രി ലേറ്റ് നൈറ്റ് ആയിട്ട് കിടന്നത്, എനിക്ക് എണീക്കാൻ പറ്റില്ല. ഇതൊരു എക്സ്ക്യൂസാണ്. ഇങ്ങനെ ആയിരിക്കും ഓരോ എക്സ്ക്യൂസുകളും. അപ്പോൾ അവൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ഇങ്ങനെ കുറച്ച് മുമ്പ് കൂട്ടുകാരികൾ ഇങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഫോൺ ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, ക്ലാസ്സിന് വന്നോളാം എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഉറങ്ങും. ഞാൻ അങ്ങനെ അവരെ പറ്റിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അവരൊക്കെ 3-4 വർഷമായിട്ട് സർക്കാർ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്, ഞാൻ അവരെ പറ്റിക്കായിരുന്നില്ല, ഞാൻ എന്നെ തന്നെ സ്വയം പറ്റിക്കായിരുന്നു. നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യാറില്ലേ? നാളെ നമുക്ക് കമ്പൈൻ സ്റ്റഡി നടത്താൻ എന്ന് പറയുന്നു, അതിലേക്ക് വരാതിരിക്കുന്നു, അതല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നത് പോലെ ഓൺ ചെയ്ത് മറ്റെവിടെയെങ്കിലും പോകുന്നു. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യാറില്ലേ? ഞാൻ ഒരു കുറച്ച് ബിസി ആയിട്ട് കുറച്ച് മുന്നോട്ട് പോയി സക്സസ്സിനോട് അടുത്തെത്തി, എന്നാൽ വിജയത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ആ ഒരു തൊട്ട് മുൻപേയുള്ള അവസരത്തിൽ ഇത് ഇട്ടിട്ട് പോകുന്ന, തോൽവി സമ്മതിച്ച് ഓടിപ്പോകുന്നവരെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മാറണം. ഞാൻ എന്തായാലും മാറാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നെ നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾ തീരുമാനിക്കുന്നതല്ല ഈ ലോകത്ത് നടക്കുന്നത്. നമ്മൾ സൃഷ്ടിച്ച റബ്ബ് ഇതിനേക്കാൾ വലിയതെന്തോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നടക്കുക. എന്തായാലും പടച്ചവനോട് സ്തുതി പറഞ്ഞുകൊണ്ട്, പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാനും തുടങ്ങാൻ തീരുമാനിച്ചു. വീണ്ടും എൻ്റെ പഠനം 2026 റീസ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അതോടൊപ്പം എൻ്റെ ഒരു കൊച്ചു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ എന്ന് ഉദ്ദേശിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, തുടർന്ന് വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.